നമസ്കാരം. പൊതുജനം കരുതിയല്ല സാർന്ന ജനകീയ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ, ജനകീയ വിഷയങ്ങൾ അത് ചൂണ്ടിക്കാട്ടാനും അവതരിപ്പിക്കാനും അധികൃതർക്ക് മുമ്പിലേക്ക് വെക്കാനും ഒക്കെയുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പ്രേക്ഷകർക്കും തത്സമയം ഈ പരിപാടിയുടെ ഭാഗമാകാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രേക്ഷകർക്കറിയാം, അതിനുള്ള ഫോൺ നമ്പർ വഴിയെ പറയാം. പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. പൊതുജനം കരുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നിങ്ങൾക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ, വാർത്തകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ അത് നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങളത് പെടുത്താം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 048428300510. നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ അതയക്കേണ്ട വാട്സാപ്പ് നമ്പർ, വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളും നിങ്ങൾക്ക് ആ വാട്സാപ്പ് നമ്പറിൽ അയക്കാവുന്നതാണ്. അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സാക്ഷര കേരളം, പുരോഗമന കേരളം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അതിൽ അഭിമാനിക്കാറുണ്ടെങ്കിലും അതൊക്കെ തിരുത്തി പറയിപ്പിക്കേണ്ടി വരുന്ന ചില സംഭവങ്ങളും കേരളത്തിൽ നടക്കാറുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് ഇന്ന് വലിയ ചർച്ചയായത്, വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അതിൻ്റെ നേർസാക്ഷ്യമാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ്റെ തുറന്നു പറച്ചിൽ. നിറത്തിൻ്റെ പേരിലെ അധിക്ഷേപം തുറന്നു പറഞ്ഞ് കറുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്നതിൽ പോരാട്ടത്തിന് ഇറങ്ങും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. നിറത്തിൻ്റെ പേരിൽ നേരിട്ട അധിക്ഷേപങ്ങളെക്കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് അത് വലിയ ചർച്ചയാവുന്നുണ്ട്. ശാരദാ മുരളീധരനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നു. സമൂഹ മാധ്യമങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. നിറത്തിൻ്റെ പേരിൽ ഇപ്പോഴും താരതമ്യപ്പെടുത്തി അധിക്ഷേപം നേരിടുന്നു എന്നായിരുന്നു സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ വൈകാരിക ഫേസ്ബുക്ക് കുറിപ്പ്. നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപങ്ങളും വിവേചനവും കേരള സമൂഹത്തിൽ ഇപ്പോഴുമുണ്ടോ? പൂർണ്ണമായും തുടച്ചു നീക്കാനാവാതെ നമ്മുടെ സമൂഹത്തിൽ അത്തരം വിവേചനങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ്റെ തുറന്നു പറച്ചിൽ. കാലങ്ങളായി നിറത്തിൻ്റെ പേരിൽ നേരിടുന്ന അധിക്ഷേപം ചീഫ് സെക്രട്ടറിയായ ശേഷവും തുടരുന്നുവെന്നാണ് ചീഫ് സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിൽ തുറന്നു പറഞ്ഞത്. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനവും കറുത്തത് എന്നും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണുവിൻ്റെ പ്രവർത്തനം വെളുത്തതെന്നും ഒരാൾ വിമർശിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്. ഇത്തരത്തിലുള്ള തുലനകൾ ധാരാളം ഉണ്ടാകാറുണ്ട്. പക്ഷേ കറുപ്പും വെളുപ്പും ഉപയോഗിച്ചുള്ളൊരു തുലന ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അത് കേട്ടപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അത് ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് പറയുന്നത്? ചീഫ് സെക്രട്ടറിയുടെ തുറന്നെഴുത്ത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾക്കിടയാക്കി. കേരളത്തിലായതുകൊണ്ടാണ് ഇത്ര വലിയ പ്രതികരണം ഉണ്ടായതെന്ന് ശാരദാ മുരളീധരൻ പറയുന്നു. തമാശ എന്ന മട്ടിലെ അധിക്ഷേപ പരാമർശങ്ങൾ ശരിക്കും വേദനിപ്പിക്കുന്നത്. ഈ തമാശ എന്ന് പറയുന്ന സാധനം വാസ്തവത്തിൽ വേദനിപ്പിക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് കൊള്ളുന്നവർക്ക്, കൊടുക്കുന്നവർക്ക് അത് തമാശ, കൊള്ളുന്നവർക്ക് അത് വേദനയാണ്. അധിക്ഷേപ പരാമർശത്തിലെ ഈ ഒരു പ്രതികരണത്തോടെ ശാരദാ മുരളീധരൻ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. കറുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ യുദ്ധത്തിനിറങ്ങാനാണ് തീരുമാനം. അധിക്ഷേപിക്കുന്നവർക്ക് മുന്നിൽ ആവർത്തിച്ചു പറയാനുള്ളത് ഇതാണ്: ഇതൊരു പ്രത്യേക അനുഭവമാണ്. ഇപ്പം എനിക്ക് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള ശാരദ എന്ന നിലയ്ക്ക് ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിയാണ്, ഞാൻ ശാരദയാണ്, ഞാൻ കറുപ്പാണ്. എൻ്റെ കറുപ്പ് എന്നുള്ളത് എൻ്റെ അഴകിനെയോ എൻ്റെ സ്വഭാവത്തിലോ കുറവ് വരുത്തുന്നതല്ല, അതിന് മാറ്റിക്കൂട്ടുന്നതാണ്. ശാരദാ മുരളീധരന്റെ പിന്തുണയുമായി വിവിധ കോണുകളിൽ നിന്നുള്ളവർ രംഗത്തെത്തി. കുറിപ്പ് ഹൃദയസ്പർശി എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എന്താണ് കറുപ്പിൻ്റെ കുഴപ്പം? കറുപ്പിനെന്താ കുറവ്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയുടെ നിറവും കറുപ്പായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. കേരളം ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തകൾ, വർഗീയതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് യാഥാസ്ഥിതിക ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും ഈ പോസ്റ്റ്. കറുപ്പിനോടുള്ള വിവേചനം ഇപ്പോഴും തുടരുന്നുവെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ MP പ്രതികരിച്ചു. വെളുത്തവൻ്റെ ആധിപത്യം നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു വെളുപ്പാണ് ശരിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മളെല്ലാം വെളുക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി 4 വയസ്സുള്ളപ്പോൾ കറുത്ത് പോയതുകൊണ്ട് അമ്മയുടെ വയറ്റിൽ പോയി വെളുത്ത് വരണമെന്ന് ആഗ്രഹിച്ചു. അത് ആ ചിന്തയാണ്, അങ്ങനെ അടിച്ചേൽപ്പിച്ച ഒരു ചിന്തയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. മന്ത്രി വി ശിവൻകുട്ടി, കെ മുരളീധരൻ, ഷാഫി പറമ്പിൽ MP തുടങ്ങിയവരും ശാരദാ മുരളീധരന് പിന്തുണയുമായി എത്തി. ശാരദാ മുരളീധരൻ തുടങ്ങിയിരിക്കുന്നത് ഒരു പോരാട്ടമാണ്. കേരള സമൂഹം ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കേണ്ട, ഒപ്പം ചേരേണ്ട പോരാട്ടം. ക്യാമറാമാൻ VS മനീഷിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.
പൊതുജനം കഴുതയല്ല സാർ. കേരളം ഒന്നാകെ ശാരദാ മുരളീധരൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അവർ ഉയർത്തിയ വിഷയം അത് ധീരമായ നിലപാട് എന്നുള്ള രീതിയിൽ പ്രശംസ അർഹിക്കുന്നുമുണ്ട്. ആ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, സമൂഹത്തിൽ വലിയ ചർച്ചയാവേണ്ടതാണ്. ആ ചർച്ചയ്ക്ക് അവർക്ക് തുടക്കമിടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപവും വിവേചനവും ഒക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള വലിയൊരു നടുക്കത്തോടു കൂടി ആ ചോദ്യം നമുക്ക് മുമ്പിലേക്ക് വരികയാണ്. ഇത്തരത്തിലുള്ള വിവേചനമൊക്കെ മാറേണ്ട കാലം എന്നോ കഴിഞ്ഞിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ പ്രതികരണത്തിലേക്ക് കൂടി. ആരായാലും എന്തിൻ്റെ പേരിലായാലും അവഹേളിക്കുന്നത് തെറ്റെന്നാണ്. കറുപ്പായതുകൊണ്ട് വിമർശിക്കുക, അവഹേളിക്കുക, അതൊരിക്കലും നമ്മൾ ന്യായീകരിക്കാൻ പറ്റില്ല. ദൈവം തരുന്നതാണ് കറുപ്പും വെളുപ്പമൊക്കെ. അത് പണ്ട് അറേബ്യൻ നാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കറുപ്പിന് വെളുപ്പിന്. അത് കൂടുതലൊന്നും അമേരിക്കയിലുണ്ടായിരുന്നു. വെളുപ്പന്മാർക്ക് യാസ്യം, കറുപ്പന്മാർക്ക് അവഗണനയും. അത് നമ്മൾ ഇന്ത്യയിൽ അത് ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ലല്ലോ. എന്തായാലും കറുപ്പും വെളുപ്പല്ലേ ആളുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പം വെളുത്തുനിന്ന് വരുമില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി എന്താ പറയുക, അത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിറത്തിൻ്റെ പേരിൽ ആരെയും അധിക്ഷേപിക്കരുത്, എല്ലാവരും ഒരേപോലെ കാണുക. നിറം വെച്ചാൽ കറുപ്പുണ്ടാവും, വെളുത്തുണ്ടാവും, അതൊന്നും അങ്ങനെ പറയാൻ പാടില്ല. ആരായാലും എല്ലാവർക്കും ദൈവം തരുന്നതാണ് ഈ നിറങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. ഒരാളെ കുറിച്ചിട്ടും എന്താ പറയുക, ബ്ലാക്ക് ആയാലും കറുപ്പ് അങ്ങനത്തെ സംസാരിക്കാൻ പാടില്ല. എല്ലാവരും ഒരേപോലെ കാണാനുള്ള മനസ്സ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണം. ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഏറ്റവും റേസിസം കുറവുള്ള സംസ്ഥാനമായിട്ട് കേരളത്തെ തോന്നിയെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ എല്ലായിടത്തും ഈ ജീർണതയുണ്ട്. അത് വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഈ റേസിസമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പ്രതിവിധിയായിട്ട് ചെയ്യാനുള്ളത്. അനധികൃതമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതിന് സസ്പെൻഡ് ചെയ്ത റവന്യൂ വകുപ്പിലെ 16 ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തു. പെൻഷൻ വാങ്ങിയ തുകയും 18% പലിശയും സർക്കാരിലേക്ക് തിരിച്ചടച്ചതിന് പിന്നാലെയാണ് സസ്പെൻഷൻ നടപടി പിൻവലിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദി, പണം തിരിച്ചടച്ചതിന് പിന്നാലെ നടപടിയും പിൻവലിക്കുന്നു. വിശദാംശങ്ങൾ ഷഫീദ്. രജിത്ത്, നമുക്കറിയാവുന്നതുപോലെ തന്നെ ധനവകുപ്പ് നടത്തിയ പരിശോധനയിലായിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ള വിവരം കണ്ടെത്തിയത്. അതിന് പിന്നാലെ 1500ഓളം ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തി എന്നുള്ളൊരു കണ്ടെത്തലും ധനവകുപ്പ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ധനവകുപ്പ് തന്നെ ഈ ഓരോ വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളടക്കം ശേഖരിച്ച്, അതായത് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുടെ വിവരമടക്കം ശേഖരിച്ചുകൊണ്ട് ധനവകുപ്പ് ഈ അതാത് വകുപ്പുകൾക്ക് വിവരം കൈമാറിയിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ അതിനുശേഷം 18% പലിശ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് തിരിച്ചു പിടിക്കണം എന്നുള്ളതായിരുന്നു സർക്കാർ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി തുകയും പലിശയും തിരിച്ചടച്ചതിന് പിന്നാലെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തിരിച്ചെടുത്തിട്ടുള്ളത്. 16 ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ വാങ്ങിയ തുകയും 18% പലിശയും സർക്കാരിലേക്ക് തിരിച്ചടച്ചതിനാലാണ് സർവീസിൽ എടുത്തതെന്ന് ആ ഉത്തരവിൽ, റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. റവന്യൂ വകുപ്പ് മാത്രമല്ല, സർവേ വകുപ്പിലെ 4 ഉദ്യോഗസ്ഥരെ കൂടി സമാനമായ രീതിയിൽ നടപടികൾ പൂർത്തിയാക്കി തിരികെ എടുക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം അത് ഇന്ന് 47ാം ദിവസത്തിലെത്തി നിൽക്കുകയാണ്. നിരാഹാര സമരം എന്ന നിലയിൽ ആ സമരം മാറിയിട്ട് ഇന്നേക്ക് 7ാം ദിവസമാണ്. സമരത്തിന് ദിനംപ്രതി പിന്തുണയേറുന്നുണ്ട്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരുപാട് പേർ സമരവേദിയിലേക്ക് എത്തുന്നതൊക്കെ ദിവസവും നമ്മൾ കാണുന്നുണ്ട്. സാമൂഹിക കലാ സാഹിത്യ രംഗത്തെ നിരവധി പേർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്നും ജനസഭയിൽ പങ്കെടുത്തിരുന്നു. പ്രശ്നം പരിഹരിക്കാത്ത ഇടതുപക്ഷ സർക്കാരിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനം എഴുത്തുകാരൻ സച്ചിദാനന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായി. നടൻ ജോയ് മാത്യു സർക്കാരിന് മേൽ വിമർശനം ഉന്നയിക്കുന്നതും ഇന്ന് നമ്മൾ കണ്ടു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MA ബിന്ദു, KP തങ്കമണി എന്നിവർ പട്ടിണി തുടർന്നത് 7 ദിവസം. കനത്ത ചൂടിൽ ആരോഗ്യനില വഷളായതിനാൽ നിരാഹാരം തുടർന്ന 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. 45 ദിവസമായി തുടരുന്ന സമരത്തെ മുന്നിൽ നിന്ന് നയിച്ച പ്രധാന സംഘടനാ നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു MA ബിന്ദു. ഇരുവർക്കും പകരം ആശാവർക്കർമാരായ SS അനിതകുമാരി, ബീന പീറ്റർ എന്നിവർ സമരം ഏറ്റെടുത്തു. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ളത് ഇനിയെങ്കിലും ഗവൺമെൻറ് മനസ്സിലാക്കണം.
ഞങ്ങൾ ഒരാൾ തളർന്നാൽ 9 പേര് പുറത്തുണ്ട്. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഞങ്ങളുടെ ഇത് നേടുന്നത് വരെയും ഞങ്ങളിങ്ങനെ തന്നെ പോകും. സമരവേദിയിൽ നടത്തിയ ജനസഭയിലും സർക്കാരിനെതിരെ ഉയർന്നത് കടുത്ത വിമർശനം. ദുർവാശിയും അഹന്തയും സർക്കാരിന്റെ മുഖമുദ്രയെന്ന് സമരവേദി സന്ദർശിച്ച ജോയ് മാത്യു. ഇതൊരു അനാവശ്യമായ പിടിവാശിയാണ്. സമരം എങ്ങനെയെങ്കിലും പൊളിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വിട്ടുവീഴ്ചകൾക്ക് ഇവർ തയ്യാറായിരിക്കും. എല്ലാം നമ്മൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാൻ പറ്റില്ല എന്ന് വരും. അതെല്ലാ സമരങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ ദുർവാശി, പരിഹാസം, ഒരാൾ തൊഴിലെടുക്കും. ഇപ്പോൾ നിങ്ങളെ തൊഴിലെടുക്കുന്നു. ഇങ്ങനെ തൊഴിലിനെ അതിൻ്റെ മഹത്വം തിരിച്ചറിയാതെ അപമാനിക്കുന്നത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വൃത്തികെട്ടൊരു മുഖം. നിരാഹാര സമരം തുടരുന്ന ആശാവർക്കർമാരുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ ഇതുവരെ സർക്കാർ ഡോക്ടർമാർ എത്തിയില്ലെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ വിമർശനം. അത് 7 ദിവസമായിട്ട് ഇവിടെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ ദിവസം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞത് സർക്കാർ ഡോക്ടർമാർ വരും, രാവിലെയും വൈകുന്നേരം വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ദിവസം വരെയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. അത് വളരെ ഞങ്ങളതിനെ ഈ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങളോടൊരു പകപോക്കലായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ആരോഗ്യ പ്രവർത്തകരാണ്. എല്ലാ ആളുകളുടെയും ആരോഗ്യം ഉറപ്പാണോ എന്ന് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ആരോഗ്യം നോക്കാൻ ആളില്ല എന്നുള്ളത് കടുത്ത അമർഷമുണ്ട്. അതേസമയം കോൺഗ്രസ് സമരത്തെ പരസ്യമായി പിന്തുണയ്ക്കുമ്പോഴും INTUC സംസ്ഥാന പ്രസിഡന്റിന്റെ വിരുദ്ധ നിലപാടിനെതിരെ എതിർപ്പുമായി നേതാക്കൾ രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ നിലപാട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ എൻഡോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഞങ്ങളുടെ നയം. INTUC ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ്. പക്ഷേ കരുണാകരൻ ഉണ്ടാക്കിയ സംഘടനയാണ്. ഇത് ഒരു പിണറായി വിലാസം സംഘടനയായി മാറരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാൻ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം, നിയമസഭാ മാർച്ച്, വനിതാ മഹാസംഗമം, ഒടുവിലെ നിരാഹാര സമരം. സമരമാർഗങ്ങൾ പലതു കണ്ടു. ഒരു പടി പിന്നോട്ടില്ലെന്ന് സമരക്കാർ. പിടിവാശി തുടരുമെന്ന് സർക്കാർ. ഒടുവിലിത് സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാകുന്നു. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. 2022 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാർക്ക് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി. തെളിവുകളുടെ അഭാവത്തിലാണ് കോടതിയുടെ നടപടി. 2022 ഓഗസ്റ്റ് 31 സംഭവം. സന്ദർശക പാസില്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ DYFI നേതാവിനെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞു. പിന്നാലെ സംഘടിച്ചെത്തിയ പ്രവർത്തകർ സുരക്ഷാ ജീവനക്കാരെ അതിക്രൂരമായി മർദ്ദിച്ചെന്നായിരുന്നു പരാതി. പത്തിലധികം പേരടങ്ങുന്ന സംഘത്തിന്റെ മർദ്ദനത്തിൽ 3 സുരക്ഷാ ജീവനക്കാർക്ക് പരിക്കേറ്റു. KA ശ്രീലേഷ്, N ദിനേശൻ, രവീന്ദ്ര പണിക്കർ എന്നിവരായിരുന്നു ആക്രമണത്തിന് ഇരയായത്. ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയായിരുന്ന മാധ്യമപ്രവർത്തകൻ P ഷംസുദ്ദീനെയും സംഘം മർദ്ദിച്ചു. മർദ്ദനം തടയാനെത്തിയ രോഗിയുടെ കൂട്ടിരിപ്പുകാരനും ആക്രമിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. സംഭവത്തിന് പിന്നാലെ DYFI സംസ്ഥാന കമ്മിറ്റി അംഗം K അരുൺ ഉൾപ്പെടെ 7 പേർക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തായിരുന്നു കേസ്. ഈ പ്രതികളെയാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി വെറുതെ വിട്ടത്. തെളിവുകളുടെ അഭാവത്തിലാണ് നടപടി. വിചാരണയ്ക്കിടെ പരാതിക്കാർ നേരത്തെ നൽകിയ മൊഴി മാറ്റിയിരുന്നു. ഇതാണ് പ്രതികൾക്ക് അനുകൂലമായത്. മാധ്യമപ്രവർത്തകനായ ഷംസുദ്ദീൻ മാത്രമാണ് തന്റെ മൊഴിയിൽ ഉറച്ചു നിന്നത്. പ്രതികളെ പിടികൂടുന്നതിലുൾപ്പെടെ പോലീസ് അലംഭാവം കാണിച്ചതായി നേരത്തെ വിമർശനമുയർന്നിരുന്നു. ഒടുവിൽ പരാതിക്കാർ മൊഴി മാറ്റിയതോടെ കോടതി വിധിയും പ്രതികൾക്ക് അനുകൂലമായി. അപ്പോഴും പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ ക്രൂരമർദ്ദനത്തിന്റെ വലിയ തെളിവായി അവശേഷിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കഴിഞ്ഞ ദിവസമാണ് വയനാട് മാനന്തവാടിയിൽ മനുഷ്യരിലെ ആരോഗ്യ പരീക്ഷണത്തിന്റെ വാർത്ത 24 പുറത്തു കൊണ്ടുവന്നത്. ആ അനധികൃത ആരോഗ്യ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അന്വേഷണം നടത്തി 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശം. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് പുറമെ പട്ടികവർഗ വകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ബിഗ് ഇമ്പാക്ട്. മാനന്തവാടിയിലെ മനുഷ്യാരോഗ്യ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ അന്വേഷണമാണ് നടക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിന് പുറമെ പട്ടികവർഗ വകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തു. 24 പുറത്തുകൊണ്ടുവന്ന വാർത്തയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഗൗരവതരമായ ഇടപെടൽ
മനുഷ്യാരോഗ്യ പരീക്ഷണത്തിൽ സ്വമേധയാ കേസെടുത്തു. വയനാട് ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും അന്വേഷണം നടത്തി. 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. ഏപ്രിൽ 8-ന് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. വിഷയത്തിൽ പട്ടികവർഗ വകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വകുപ്പ് തലത്തിലൊരു അന്വേഷണം ആദ്യം നമ്മൾ നടത്തും. അവരുടെ അമേരിക്കൻ ഏജൻസി എന്ന് പറയുന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും കൂടി വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അതുകൂടി അന്വേഷിക്കും. 24 വാർത്തയ്ക്ക് പിന്നാലെ ആരോഗ്യമന്ത്രി ഇന്നലെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അന്വേഷണത്തിനായി DMOയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും വനിതാ ശിശുക്ഷേമ ഡയറക്ടർക്കുമാണ് മേൽനോട്ടം. തലപ്പുഴ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ആർത്തവവുമായി ബന്ധപ്പെട്ട സെമിനാറിലായിരുന്നു വിദ്യാർത്ഥികൾക്ക് മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് എന്ന പേരിൽ വിരലിൽ അണിയാവുന്ന ഉപകരണം നൽകിയത്. ഈ ഉപകരണത്തിന്റെ ലക്ഷ്യം ആരോഗ്യ പരീക്ഷണമെന്ന് കോളേജ് ജീവനക്കാരുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡീൻ ചുമതല വഹിക്കുന്ന അധ്യാപകൻ പോസ്റ്റ് ഇട്ടിരുന്നു. അമേരിക്കയിലെ PC റോസി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിലെ പ്രൊഫസർ ധ്രുവ് ശേഷാദ്രിയാണ് ക്ലാസ് എടുക്കാൻ എത്തിയതെന്ന് എഞ്ചിനീയറിംഗ് കോളേജിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തം. സെമിനാറിന് ശേഷം ഇതേ സംഘം അനുമതിയില്ലാതെ എടവക അഗ്രഹാരം ഉന്നതിയിലെത്തി ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട സ്ത്രീകളുടെ യോഗം ചേർന്നു. ഇതിനുശേഷം ഉപഹാരമായി നൽകിയത് മൈസൂർ പാക്കിനൊപ്പം സാനിറ്ററി നാപ്കിനുകൾ. ഇതിനെല്ലാം പിന്നിൽ ആർത്തവ ചക്രവുമായി ബന്ധപ്പെട്ട വിവരശേഖരണമെന്ന് പകൽ പോലെ വ്യക്തം. ഇനി നടക്കേണ്ടത് കൃത്യമായ അന്വേഷണം. ആരാണ് അമേരിക്കൻ ഏജൻസിയെ മാനന്തവാടിയിലേക്ക് കൊണ്ടുവന്നത്? എന്തിനാണ് വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ള വിരലിലണിയാവുന്ന മോതിരം വിദ്യാർത്ഥികൾക്ക് നൽകിയത്? ഉന്നതികളിൽ അനുമതിയില്ലാതെ കയറിയത് എന്തുകൊണ്ടാണ്? ഉത്തരങ്ങൾ അനവധി ലഭിക്കേണ്ടതുണ്ട്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വളരെ ഗൗരവത്തോടുകൂടി സർക്കാർ ഈ വിഷയത്തെ കാണുന്നുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ സുർജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും അതുമായി ബന്ധപ്പെട്ട് ഉത്തരം കണ്ടെത്താനുണ്ട്. അത് ആ അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ. വേനൽ മഴയിൽ കനത്ത നാശനഷ്ടമാണ് പലയിടത്തും റിപ്പോർട്ട് ചെയ്തത്. കനത്ത മഴയിൽ കോഴിക്കോട് മാവൂരിൽ വലിയ കൃഷിനാശമുണ്ടായി. വിഷുവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ കണിവെള്ളരിയും പച്ചക്കറിയും ഒക്കെ നശിച്ചു. ആവശ്യക്കാർക്ക് എന്ത് നൽകുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് കർഷകർ. കഴിഞ്ഞ 3-4 ദിവസമായി വേനൽ മഴയുണ്ട്. ഈ വേനൽ മഴയാണ് കർഷകർക്ക് തിരിച്ചടിയായത്. പ്രത്യേകിച്ച് വിഷുവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ കർഷകർക്ക്. കുറ്റിക്കാട്ടൂർ, പാറക്കോട്ട് താഴം, വെള്ളിയാട്ടുപാടം മേഖലയിൽ 50-ലധികം കർഷകരുണ്ട്. വിഷുവിപണി മാത്രം ലക്ഷ്യമിട്ട് കണിവെള്ളരിയും മറ്റ് പച്ചക്കറികളും കൃഷി ചെയ്യുന്നവർ. അവരുടെ കൃഷിയാണ് വേനൽ മഴ അപ്പാടെ നശിപ്പിച്ചത്. ഇങ്ങനെയൊരു കൃഷിനാശം ഇവർക്ക് ആദ്യ അനുഭവം. കുറച്ച് 2-3 ദിവസം മഴ അങ്ങനെ പെയ്തപ്പോൾ ഒക്കെപാടെ വെള്ളത്തിലായതാ. ഇതുവരെ അങ്ങനെ മഴ ഇത് കണ്ട് ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ കൊല്ലത്തിൽ നല്ലൊരു എല്ലാവർക്കും വിഷു കഴിക്കണമെങ്കിൽ എന്തൊരു വരുമാനമാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പാടെ ഇപ്പം പ്രാവശ്യം എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞ് നിൽക്കുക. ആ സമയത്ത് മഴ ഒക്കെ നശിച്ചെടുക്കും. പലരും കടം വാങ്ങിയും സ്വർണം പണയം വെച്ചുമാണ് കൃഷി ഇറക്കിയത്. വീണ്ടെടുക്കാൻ കഴിയാത്ത രീതിയിൽ ചീഞ്ഞു നശിച്ചു പച്ചക്കറികൾ. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ വിളവെടുക്കാവുന്നവയായിരുന്നു ഇവ. വിഷുവിപണിക്ക് കച്ചവടക്കാർ കണിവെള്ളരിക്കായി കൂടുതൽ ആശ്രയിക്കുന്നത് മാവൂരിലെയും കുറ്റിക്കാട്ടൂരിലെയും കർഷകരെയാണ്. ഗുണവും നിറവും ഏറെയുണ്ട് ഇവിടുത്തെ കണിവെള്ളരികൾക്ക്. അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ നേരത്തെ ഓർഡർ ചെയ്യുകയും ചെയ്തു. ആ കച്ചവടക്കാരോട് എന്തു പറയുമെന്നറിയാത്ത അവസ്ഥയിലാണ് കൃഷിക്കാർ. വീട്ടമ്മമാരും കൃഷിയിറക്കിയിരുന്നു. പകൽ കൃഷിയിടങ്ങളിൽ കഠിനാധ്വാനവും രാത്രിയിൽ കാട്ടുപന്നികളെ തുരത്താൻ കാവലിരുന്നുമാണ് ഇവർ കൃഷി നടത്തിയത്. ആ കൃഷിയാണ് ഒന്നുമല്ലാതായത്. കൃഷിനാശം കടക്കണിയിലേക്കാണ് കർഷകരെ എത്തിക്കുന്നത്. ഇതിൽ നിന്ന് കരകയറാൻ സർക്കാർ സഹായം കൂടിയേ തീരൂ. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. മാസങ്ങളായുള്ള അവരുടെ അധ്വാനമാണ് ഒരു വേനൽ മഴയിൽ ഇല്ലാതായത്. പലരും ഈ വായ്പയെടുത്തൊക്കെയാണ് കൃഷി ഇറക്കിയത്. അവരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വിഷുവിപണിക്കായി കച്ചവടക്കാർ കൂടുതൽ ആശ്രയിക്കുന്നത് മാവൂരിലെ കർഷകരെയാണ്. മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. ബന്ധപ്പെട്ടവരുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ട് വയ്ക്കുകയാണ്. ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് കണിവെള്ളരി എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വിഷു ആഘോഷിക്കാറുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇപ്പം നശിച്ചു പോയി. 50 പുറമെ ആളുകൾ കർഷകരുണ്ട്. ഓർഡറുകാരൊക്കെ വന്ന് ആദ്യമായി വിളിച്ച് ഓർഡർ ചെയ്താൽ ഒരു സാധനം കൊടുക്കാനില്ല, ഒക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്ത് കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു ഭയങ്കര കാര്യം. ഇനി
അതൊരാൾ പണ്ടം പണയം വെച്ചിട്ടും ലോൺ എടുത്തിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കിയത്. പ്രാവശ്യത്തെ 2-3 ദിവസം മുമ്പുള്ള മഴ കൊണ്ട് ഒക്കെ ചീഞ്ഞ് വെള്ളേരിയൊക്കെ ഇങ്ങനെ പൊട്ടിക്കേറി ചീഞ്ഞ് പോവുക. ഒറ്റ പ്രാവശ്യം ഉണ്ടാവാറില്ല അങ്ങനെ. പച്ചക്കറി ഉണ്ടാക്കുന്നതിന് വെള്ളരിയൊക്കെ ഉണ്ടാക്കുന്നതിന് എല്ലാ പ്രാവശ്യവും. ഇപ്രാവശ്യം ഒറ്റൊന്നും വിൽക്കാൻ പോലും കിട്ടുന്നില്ല. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ നിർണായക ചുവടുവയ്പുമായി സംസ്ഥാന സർക്കാർ. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തറക്കല്ലിടും. അതേസമയം പടവെട്ടിക്കുന്ന്, റാട്ടപ്പാടി, അട്ടമല, മുണ്ടക്കൈപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവരെയും പുനരധിവസിപ്പിക്കണം എന്നുള്ള ആവശ്യം, അവരെ കൂടി പരിഗണിക്കണം എന്നുള്ള ആവശ്യം അത് ശക്തമാണ്. ആശങ്കകൾക്ക് വിരാമമാകുന്നു. മുണ്ടക്കൈ ചൂരൽമല അതിജീവിതർക്ക് കൂടൊരുങ്ങുന്നു. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നാളെ മുഖ്യമന്ത്രി ടൗൺഷിപ്പിന് തറക്കല്ലിടും. എൽസ്റ്റൺ എസ്റ്റേറ്റും ഹാരിസൺ മലയാളത്തിന്റെ നെടുമ്പാല എസ്റ്റേറ്റും പുനരധിവാസത്തിനായി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കം, തുടർന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ, പുനരധിവാസ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, ഇതിനെല്ലാം ഒടുവിൽ പ്രധാന കടമ്പയിലേക്ക് നാളെ എത്തുന്നു സംസ്ഥാന സർക്കാർ. കൽപ്പറ്റ നഗരത്തോട് ചേർന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിൽ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തറക്കല്ലിടും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പ്രിയങ്ക ഗാന്ധി MP, മന്ത്രിമാർ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പങ്കെടുക്കും. പട്ടികയിൽ ഉൾപ്പെട്ടവർ ആഹ്ലാദം പ്രകടിപ്പിക്കുമ്പോൾ പ്രതീക്ഷ പങ്കുവെക്കുകയാണ് റാട്ടപ്പാടിയിലെയും പടവെട്ടിക്കുന്നിലെയും അട്ടമലയിലെയും നാട്ടുകാർ. സന്നദ്ധ സംഘടനകൾ നിർമ്മിക്കുന്ന വീടുകളിലേക്ക് വലിയൊരു ശതമാനം കുടുംബങ്ങളും മാറും എന്നതിനാൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് ഈ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. സർക്കാരിന് നമ്മുടെ എസ്റ്റേറ്റ് ലൈനിലൊക്കെ താമസിക്കുന്ന അട്ടമലയിലോ റാട്ടപ്പാടിയിലൊക്കെ താമസിക്കുന്ന ആളുകളെ ഒരു പാക്കേജ് കൊടുത്തിട്ട് പാവങ്ങൾ ജീവിതത്തിൽ ഇനി ഒരു കാരണവശാലും അട്ടമലയിലേക്കോ റാട്ടപ്പാടിയിലേക്കോ അല്ലെ മുണ്ടക്കയിൽ തന്നെ കുറേ പാടികൾ ബാക്കിയായതുകൊണ്ട് ഇവരൊക്കെ ഒന്ന് പുനരധിവസിപ്പിക്കാനുള്ളൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇത്രയും ഭൂമി ബാക്കിയാകുന്നത്. എൽസ്റ്റണിൽ തയ്യാറാക്കുന്ന ടൗൺഷിപ്പിൽ ഉൾപ്പെടുന്നത് വീടുകൾക്ക് പുറമെ ആരോഗ്യ കേന്ദ്രം, അംഗൻവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവയാണ്. 1000 ചതുരശ്ര അടിയിലാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഒറ്റ നിലയിൽ പണിയുന്ന കെട്ടിടം ഭാവിയിൽ ഇരുനിലയാക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാകുന്നത്. അതിജീവിതർക്ക് തണലൊരുങ്ങുമ്പോൾ അതിൽ റാട്ടപ്പാടിയും മുണ്ടക്കൈപ്പാടിയും അട്ടമലയും പടവെട്ടിക്കുന്നും ഉൾപ്പെടുമോ? അതാണ് ഉയരുന്ന ചോദ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. പുലിഭീതിയിലാണ് ചാലക്കുടിക്കാർ ഇപ്പോൾ. ചാലക്കുടി ടൗണിൽ സൗത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടുപറമ്പിലാണ് പുലി എത്തിയത്. പുലി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. നഗരത്തിൽ പുലിയെ കണ്ട പശ്ചാത്തലത്തിൽ മുന്നൊരുക്കം ചർച്ച ചെയ്യാൻ ചാലക്കുടി നഗരസഭ അടിയന്തര യോഗം ചേർന്നു. കൊരട്ടിയിൽ ദേശീയപാതയോട് ചേർന്ന ചിറങ്ങരയിലെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയിട്ട് 2 ആഴ്ചയാകുന്നു. 2 കൂടുകൾ സ്ഥാപിച്ചു. പക്ഷെ ഇപ്പോഴും പുലി കൂട്ടിലായില്ലെന്ന് മാത്രമല്ല, ആശങ്കകൾ അറുതിയില്ലാതെ നീളുകയാണ്. ഇതിനിടയിലാണ് ചാലക്കുടി ടൗണിൽ തന്നെ പുലി ഇറങ്ങിയത്. തൃശൂർ കൊരട്ടി ചിറങ്ങരയിൽ ദേശീയപാതയോട് ചേർന്ന ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതിനു പിന്നാലെയാണ് ചാലക്കുടി ടൗണിലും പുലി ഇറങ്ങിയിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടിലെ CCTVയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. സ്ഥലത്തു പരിശോധന നടത്തിയ വനംവകുപ്പ് ദൃശ്യത്തിലുള്ളത് പുലിയെന്ന് സ്ഥിരീകരിച്ചതോടെ പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ. പ്രദേശത്തെ തെരുവുനായയുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്ന് നഗരസഭാ കൗൺസിലർ VJ ജോജി. രൂപത്തിലും ഭാവത്തിലൊക്കെ പുലിയെന്ന് തോന്നാവുന്ന ഒരു മൃഗത്തെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞുകൂടി തന്നെ ആൾക്കാരെല്ലാവരും ഒരു പരിഭ്രാന്തരാണ്. ഇവിടുത്തെ നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചാലക്കുടി ടൗണിൽ പുലി എത്തിയതോടെ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. ടൗണിന്റെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. കാട്ടിലേക്ക് ഇവിടുന്ന് അതിരപ്പള്ളി ഭാഗത്തേക്കാണല്ലോ 24 കിലോമീറ്റർ ദൂരമാണ് കാടുള്ളത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇതിൽ ചേർന്ന് പുഴ കടന്നു പോകുന്നുണ്ട്. പുഴയിലേക്ക് ഏകദേശം 150 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വെള്ളം ഒഴുകി പോകുന്നൊരു ഓവുണ്ട്. ആ ഓവിലൂടെ കടന്നു വന്നതാവാം. അപ്പോൾ ഇതിൽ ഫോറസ്റ്റുകാർ ഇനി ഒരു പക്ഷേ കൊരട്ടി ഭാഗത്ത് കണ്ട പുലിയാണെന്നുള്ളൊരു സംശയം കൂടി പറഞ്ഞു. പക്ഷേ ഇത് യാതൊരു കാരണവശാലും കൊരട്ടി ഭാഗത്തു നിന്നുള്ള പുലിയാവാനുള്ള സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ ഹൈവേയിലൂടെ ഇത് വരാനുള്ള സാധ്യതകൾ കാര്യം. പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CCTV നോക്കുമ്പോൾ പുലിയായിട്ട് സാധനം ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് വന്നിട്ട് ഈ 2 ദിവസത്തെ മുന്നത്തെ CCTV വീഡിയോ ആണ്. അപ്പോൾ അതിനെ CCTV ക്യാമറ നോക്കിയിട്ട് തൊട്ടടുത്തുള്ള CCTVയിലെല്ലാം നോക്കുന്നുണ്ട്. അത് അഡീഷണൽ ആയിട്ട് ആവശ്യமான സ്ഥലത്തിൽ ക്യാമറ വെക്കാൻ വേണ്ടിയും പിന്നെ അതിൻ്റെ കമ്മിറ്റി നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സ്റ്റേയിങ് ഓഫ് ലെപ്പോർഡ് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറായിട്ട് എല്ലാ നടപടികളും നടത്തുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് കൊരട്ടി ചിറങ്ങര
മംഗലശ്ശേരി ഭാഗങ്ങളിൽ പുലിയെ കണ്ടത് വലിയ പരിഭ്രാന്തിക്കിടയാക്കിയിരുന്നു. 2 കൂടുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പുലിയെ കണ്ട 10 ദിവസത്തിന് ശേഷവും കൊരട്ടിയിലെ പുലിയെ കൂട്ടിലാക്കാനായിട്ടില്ല. ഇതിനിടെയാണ് ചാലക്കുടി നഗരത്തിൽ തന്നെ പുലിയെ കണ്ടിരിക്കുന്നത്. ചിറങ്ങരയിൽ പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ രാവിലെയുള്ള കുർബാനകൾ മാറ്റി നിശ്ചയിച്ചു. നേരമിരുട്ടിയാൽ പിന്നെ വീടിന് പുറത്തിറങ്ങാറില്ല. അക്ഷരാർത്ഥത്തിൽ ഒരു ജനത വീടിനകത്ത് തളയ്ക്കപ്പെട്ടു. സമാനമായ സാഹചര്യമാണ് ചാലക്കുടിയിലും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിലുള്ള ആക്ഷൻ പ്ലാൻ വേണമെന്നതാണ് ചാലക്കുടിക്കാരുടെ ആവശ്യം. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷനിൽ ആരംഭിച്ച അടിപ്പാത നിർമ്മാണത്തിനെതിരായ സമരം അത് ശക്തമാവുകയാണ്. നീളവും ഉയരവും കുറഞ്ഞ അടിപ്പാത നിർമ്മിച്ചാൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകും എന്നാണ് ആരോപണം. നിലവിൽ സമരം 1 മാസം പിന്നിട്ടു. ലഹരി വിരുദ്ധ യാത്രക്കിടെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞ ദിവസം സമരപ്പന്തൽ സന്ദർശിച്ചിരുന്നു. ദേശീയപാതയ്ക്കരികിലെ സംസ്ഥാനത്തെ ഏക മെഡിക്കൽ കോളേജാണ് ആലപ്പുഴ വണ്ടാനത്തേത്. 10,000-കണക്കിന് സാധാരണക്കാരുടെ അഭയകേന്ദ്രമായ വണ്ടാനം മെഡിക്കൽ കോളേജ് കവാടത്തിന് മുൻപിലെ അടിപ്പാത നിർമ്മാണത്തിൻ്റെ പേരിലാണ് ജനകീയ സമരം ശക്തമാകുന്നത്. ഇപ്പോൾ നടക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണം ഒരു തട്ടിക്കൂട്ട് നിർമ്മാണമാണെന്നും വേണ്ടത് ഒരു ഉയരപ്പാതയാണെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. നിലവിൽ 13 മീറ്റർ അടിപ്പാതയാണ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നിർമ്മാണം പുരോഗമിക്കുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ നടക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണത്തിനെതിരെ കഴിഞ്ഞ 1 മാസക്കാലമായി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഒരാഴ്ചയ്ക്ക് മുൻപ് അടിപ്പാത നിർമ്മാണം തടസ്സപ്പെടുത്തിയ സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കുറേ നാളുകളായിട്ട് DPR പോലും നോക്കാതെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണിത്. ഇത് എലിപ്പെട്ടി പോലെയുള്ള ഇത് മാറ്റിയിട്ട് ഒരു വലിയ ഉയരപ്പാത 105 മീറ്റർ നീളത്തിലുള്ള അല്ല വീതിയിലുള്ള ഒരു ഉയരപ്പാത ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ഒരു നല്ലൊരു സംവിധാനം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ സ്കൂളോ അതുപോലെ തന്നെ വലിയ ഹോസ്പിറ്റലോ ഉണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ഉയരപ്പാതയാണ് വരേണ്ടത്. പക്ഷേ എന്തോ അധികാരികളുടെ അനാസ്ഥ മൂലം ഇവിടെ വന്നത് അടിപ്പാതയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആലപ്പുഴ TD മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, ദേശീയ വൈറോളജി ലാബ്, മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ സംഭരണശാല തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ പ്രദേശത്തുണ്ട്. ദിവസവും 4000-ലധികം രോഗികൾ ആശുപത്രിയിൽ ചികിത്സയ്ക്കുമെത്തുന്നു. വിവിധ മതസ്ഥരുടെ 15-ലധികം ആരാധനാലയങ്ങളും ഇവിടെയുണ്ട്. പ്രദേശത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാതെ നടത്തിയ രൂപരേഖ യാത്രക്കാർക്കും ദുരിതം വരുത്തുമെന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വരേണ്ടിയിരുന്നത് ഫ്ലൈ ഓവർ ആയിരുന്നു. ഇവിടെ അടിപ്പാതയുടെ പണി തുടങ്ങിയപ്പോഴാണ് സാധാരണക്കാരായ ഞങ്ങൾ ഇത് അടിപ്പാതയാണെന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ 50,000-ഓളം ജനങ്ങൾ വസിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ തീരദേശത്ത് ഏതാണ്ട് 55% ആളുകളും ബാക്കി 45 ഹൈവേക്ക് കിഴക്കുവശമാണ്. ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും പര്യാപ്തമല്ലാത്ത ഒരു അണ്ടർപാസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. ദീർഘവീക്ഷണം ഇല്ലാത്തൊരു പരിപാടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉയരപ്പാതയാണ് ഇവിടെ ആവശ്യം. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് മാത്രം ഒരു പ്രധാന കവാടമാണുള്ളത്. ഇതുവഴി വേണം രോഗികൾക്കും ആംബുലൻസിനും KSRTC ബസ്സിനും കൂടാതെ ആശുപത്രിയുടെ നിർമ്മാണ സാമഗ്രികളുമായുള്ള വാഹനങ്ങൾക്കും കടന്നുപോകാൻ. എന്നാൽ ഇത്രയും ജനത്തിരക്കേറിയ സ്ഥലത്ത് നിർമ്മിക്കുന്നത് 13 മീറ്റർ മാത്രം അടിപ്പാതയാണ്. 30 മീറ്റർ വീതിയുള്ള അടിപ്പാത നിർമ്മിച്ചാൽ മാത്രമേ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലെ ദുരിതത്തിന് പരിഹാരമാകൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ നിർമ്മിക്കുന്ന അടിപ്പാത ഗതാഗത കുരുക്കുകൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കും. ഷിബു കണിയാങ്കുളത്തിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. നിസാം കൊല്ലം എന്ന് പറയുന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിൻ്റെ അനുമതിയില്ലാതെ വയനാട്ടിൽ ആരോഗ്യ പരീക്ഷണത്തിന് നീക്കം നടന്നു എന്ന വാർത്ത, 24-ന്റെ വാർത്ത. അതിൽ ഗൗരവത്തോടുകൂടിയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. എന്താണ് അതിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ പൊതുജനങ്ങൾക്കൊരു വ്യക്തത വേണം. സർക്കാർ സംവിധാനങ്ങൾ അതിൻ്റെ അന്വേഷണം നടത്തുന്നുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി തന്നെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. കൂടുതൽ വ്യക്തത വരും. ആ ഘട്ടത്തിൽ അത് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം. മറ്റൊരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് കൂരായണത്തിൻ്റെ സമയത്തിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. സദാശിവൻ പിള്ള എന്ന് പറയുന്ന പ്രേക്ഷകൻ. അങ്ങനെ കൂരായണത്തിൻ്റെ സമയം മാറ്റിയിട്ടില്ല. നേരത്തെ പോലെ തന്നെ 7:15 മുതൽ 7:30 വരെയാണ് കൂരായണത്തിൻ്റെ സമയം. അത് ഇന്നും ഉണ്ടാകും. മറ്റൊരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ.
അവിടെ ടൗൺഷിപ്പിന് തറക്കല്ലിടാൻ പോകുന്നു. ഇടുക മാത്രമല്ല തുടർന്നുള്ള നടപടികളും വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിൽ സർക്കാർ വളരെ വേഗത്തിൽ തന്നെ തുടർന്നുള്ള നടപടികളെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.